ആരാടോ തന്റെ അടുത്ത് ഒരു ഡീസന്റ് പാർട്ടിയാ. ഒരുപാട് നാളായി നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പിയുടെ ഒരു കോണ്ടന്റ് ചെയ്തിട്ട് പുള്ളിക്ക് 40 വട്ടം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞ് സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് തുടർന്ന് വരുന്ന നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പിക്ക് ഇപ്പോ വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. ഞാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് നല്ല കട്ടിയാണല്ലേ, സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എനിക്കിപ്പോ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ നീ വേറൊന്നും ചിന്തിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഇവനൊരു ചേട്ടനാണോ? സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ ഇവന് പറയുന്നത്. ഇവന് അങ്ങനെ ഒരു ബോധമുണ്ടോ? ആ പെങ്കൊച്ചിനൊരു ഭാവിയുണ്ടോ? ഈ ചേട്ടൻ എന്ന് പറയുന്ന ഈ ടാഗിലുള്ള നാറിക്ക് എന്തോ ആയിക്കോട്ടെ, അതിന്റെ പെങ്ങളല്ലയോ. ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളി കിട്ടും. നീ ഇപ്പഴാടാ കുട്ട, നീ ശരിക്കും പ്രശ്നേഷായത്. നാട്ടുകാർക്ക് മാത്രമുള്ളതും പ്രശ്നേഷ്, ഇപ്പം വീട്ടുകാർക്ക് അവൻ പ്രശ്നേഷായി. ക്രൂരനായ പിതാജിയെ വിറ്റ് ഇവൻ റീച്ച് ഉണ്ടാക്കി. ഇപ്പോ സ്വന്തം അമ്മയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് ഇവൻ ജീവിക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ? എന്റെയൊക്കെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ വെച്ചാൽ പോരെ. എന്തിനാണ് വന്ന് നാട്ടുകാരെ കൂടെ അറിയിപ്പിക്കാൻ നിൽക്കുന്നത്? വിവരവും വിവേകവും ഇല്ലാത്തവനാണേ, അതെനിക്ക് മനസ്സിലായിരിക്കണു. ഇപ്പം വീട്ടിലെ പ്രശ്നം കൂടി ഇതിനകത്തെടുത്ത് ഇടുമ്പോ ഇത് ഒരുമാതിരി ഒന്നെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള പുതിയ ഫോർച്യൂണർ വല്ല എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇവൻ പ്രശ്നേഷാണ്. ഇവന് അറിഞ്ഞിട്ട പേരാണ് പ്രശ്നേഷ്. ആ ഒരു പേരിനോട് ഇപ്പൊ നീ 100% അല്ല 150% നീതി പുലർത്തി. നീ വാ പൊളിക്കരുത് പ്ലീസ്. തൽക്കാലം ഇത്രയും മതി.